ആധുനിക ലോകത്ത് നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായി ഈ ഗതിനിർണയ സംവിധാനങ്ങൾ മാറിയിട്ടുണ്ടല്ലേ. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് യാത്ര ചെയ്യാൻ, ഭക്ഷണവും വണ്ടിയുമൊക്കെ ഓർഡർ ചെയ്യാനും, എന്തിന് ഒരു ചിത്രം എടുക്കുമ്പോൾ അതിന്റെ സ്ഥാനം രേഖപ്പെടുത്താൻ പോലും, യാത്രയിൽ വഴിതെറ്റിയാൽ എവിടേക്ക് പോകണമെന്നതിൽ കൃത്യത വരുത്താൻ, ലൈവ് ലൊക്കേഷൻ ഇട്ടുകൊണ്ട് അതിനെ മനസ്സിലാക്കിയെടുക്കാനൊക്കെ നാം ആശ്രയിക്കുന്നത് ഈ സാങ്കേതിക വിദ്യയാണ്. അമേരിക്കയുടെ GPS എന്ന പേര് സുപരിചിതമാണെങ്കിലും ലോകത്തെ പ്രമുഖ രാജ്യങ്ങൾ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത സമാനമായ സംവിധാനങ്ങളും ഇന്ന് നിലവിലുണ്ട്. ഈ വിഷയത്തിൽ ശാസ്ത്രലേഖകൻ ബഷീർ തേങ്ങാട്ടിരി എഴുതിയ ലേഖനമാണ് ഈ വീഡിയോയ്ക്ക് ആധാരം. സ്വാഗതം. അമേരിക്കയുടെ GPS ഉൾപ്പെടെ ഈ സംവിധാനങ്ങളെല്ലാം പ്രവർത്തിക്കുന്ന പൊതുവായ ശാസ്ത്രീയ തത്വത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഇതിനെ സാങ്കേതികമായി മൾട്ടിലാറ്ററേഷൻ എന്ന് വിളിക്കുന്നു. ഈ സാങ്കേതിക വിദ്യയുടെ ഹൃദയം ഭൂമിയെ നിരന്തരം ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഉപഗ്രഹങ്ങളുടെ ഒരു കൂട്ടമാണ്. ഓരോ ഉപഗ്രഹവും അതിന്റെ കൃത്യമായ സ്ഥാനവും സമയവും അടങ്ങിയ റേഡിയോ സിഗ്നലുകൾ തുടർച്ചയായി ഭൂമിയിലേക്ക് അയക്കുന്നുണ്ട്. ഭൂമിയിലുള്ള നിയന്ത്രണ കേന്ദ്രങ്ങൾ ഈ ഉപഗ്രഹങ്ങളുടെ സഞ്ചാരപഥവും സമയത്തിന്റെ കൃത്യതയും നിരന്തരം നിരീക്ഷിക്കുകയും ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുന്നു. നമ്മുടെ സ്മാർട്ട് ഫോണുകളിലോ വാഹനങ്ങളിലോ ഉള്ള റിസീവറുകൾ ചുരുങ്ങിയത് 4 ഉപഗ്രഹങ്ങളിൽ നിന്നുള്ള സിഗ്നലുകൾ സ്വീകരിക്കുന്നുണ്ട്. സിഗ്നൽ അയച്ച സമയവും അത് റിസീവറിൽ ലഭിച്ച സമയവും തമ്മിലുള്ള വ്യത്യാസം കണക്കാക്കി ഓരോ ഉപഗ്രഹത്തിലേക്കുമുള്ള ദൂരം കണ്ടെത്തുന്നു. ഈ ദൂരങ്ങളെ അടിസ്ഥാനമാക്കി റിസീവറിന് അതിന്റെ അക്ഷാംശം, രേഖാംശം, ഉയരം, കൃത്യമായ സമയം എന്നിവ വളരെ സൂക്ഷ്മതയോടെ നിർണ്ണയിക്കാൻ സാധിക്കും. ഈ രംഗത്തെ ആദ്യത്തേതും ഏറ്റവും പ്രശസ്തവുമായ സംവിധാനമാണ് അമേരിക്കയുടെ ഗ്ലോബൽ പൊസിഷനിംഗ് സിസ്റ്റം അഥവാ GPS. 1995 പൂർണ്ണമായി പ്രവർത്തനക്ഷമമായ ഈ സംവിധാനം ഏകദേശം 31 ഉപഗ്രഹങ്ങളുടെ സഹായത്തോടെ ലോകമെമ്പാടും സേവനം നൽകുന്നു. സാധാരണക്കാർക്ക് സൗജന്യമായി ഉപയോഗിക്കാവുന്ന സേവനവും അമേരിക്കൻ സൈന്യത്തിന് മാത്രമായി ഉയർന്ന കൃത്യതയുള്ള സേവനവും GPS നൽകുന്നുണ്ട്. GPS-ന്റെ പ്രധാന എതിരാളിയായി ഉയർന്നു വന്നത് റഷ്യയുടെ ഗ്ലോനാസ് സംവിധാനമാണ്. 2011 പൂർണ്ണ പ്രവർത്തന സജ്ജമായ ഗ്ലോനാസ് 24 ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ച ആഗോള കവറേജ് നൽകുന്നുണ്ട്. റഷ്യയുടെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം കാരണം ഉത്തരധ്രുവത്തോട് അടുത്ത ഉയർന്ന അക്ഷാംശങ്ങളിൽ GPS-നേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഗ്ലോനാസിനാകും. സമീപകാലത്ത് ഈ രംഗത്ത് ഏറ്റവും വലിയ മുന്നേറ്റം നടത്തിയ രാജ്യം ചൈനയാണ്. അവരുടെ ബെയ്ദോ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം അഥവാ BDS 2020 ആഗോളതലത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. 35-ലധികം ഉപഗ്രഹങ്ങളുള്ള ബെയ്ദോ ലോകത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹ ശൃംഖലകളിലൊന്നാണ്. ആഗോള സേവനത്തിനപ്പുറം ഉപയോക്താക്കൾക്ക് മറ്റ് നെറ്റ്വർക്കുകളുടെ സഹായമില്ലാതെ ചെറിയ സന്ദേശങ്ങൾ അയക്കാൻ സഹായിക്കുന്ന സവിശേഷത ബെയ്ദോവിനെ മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു. സൈനികേതര ലക്ഷ്യങ്ങൾക്ക് പ്രാമുഖ്യം നൽകി യൂറോപ്യൻ യൂണിയൻ വികസിപ്പിച്ച സംവിധാനമാണ് ഗലീലിയോ. പൂർണ്ണമായും സിവിലിയൻ നിയന്ത്രണത്തിലുള്ള ഈ സംവിധാനം സാധാരണക്കാർക്ക് പോലും 1 മീറ്ററിൽ താഴെ കൃത്യത നൽകാൻ ലക്ഷ്യമിടുന്നുണ്ട്. ഇതിന്റെ ഉയർന്ന കൃത്യതയുള്ള വാണിജ്യ സേവനം സെന്റിമീറ്റർ തലത്തിലുള്ള സൂക്ഷ്മത വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ആഗോള കവറേജിന് പകരം പ്രാദേശിക ആവശ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന്റെ മികച്ച ഉദാഹരണമാണ് ഇന്ത്യയുടെ നാവിക്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയായ ISRO വികസിപ്പിച്ച ഈ സംവിധാനം ഇന്ത്യയിലും അതിന്റെ അതിർത്തിക്ക് 1500 കിലോമീറ്റർ ചുറ്റളവിലുമാണ് സേവനം നൽകുന്നത്. നാവിക് സംവിധാനത്തിന്റെ ആദ്യ രൂപത്തിൽ 7 ഉപഗ്രഹങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 3 ഭൂസ്ഥിര ഭ്രമണപഥത്തിലും 4 ഭൂസ്ഥിരമായതിന് സമാനമായ ഭ്രമണപഥത്തിലും ഭൂമിയെ ചുറ്റുന്നു. കാലക്രമേണ ആദ്യ തലമുറയിലെ ഉപഗ്രഹങ്ങൾക്ക് പകരമായി കൂടുതൽ കാര്യക്ഷമതയുള്ള 2ാം തലമുറ ഉപഗ്രഹങ്ങളെ ISRO വിക്ഷേപിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സവിശേഷമായ ക്രമീകരണം കാരണം എല്ലാ സമയത്തും ഇന്ത്യയുടെ മുഴുവൻ ഭൂപ്രദേശത്തും ഈ ഉപഗ്രഹങ്ങളുടെ ദൃഷ്ടി ഉണ്ടാകും. ഇന്ത്യയുടെ ഭൂപ്രകൃതിക്കനുസരിച്ച് രൂപകൽപ്പന ചെയ്തതിനാൽ ഈ മേഖലയിൽ GPS-നേക്കാൾ മികച്ച കൃത്യത നൽകാൻ നാവിക്കിന് കഴിയും. ഇത് രാജ്യത്തിന്റെ തന്ത്രപരമായ ആവശ്യങ്ങൾക്കും മത്സ്യബന്ധനം പോലെയുള്ള പ്രാദേശിക ഉപയോഗങ്ങൾക്കും ഏറെ പ്രയോജനകരമാണ്. ഇന്ത്യയുടെ നാവിക്കിന് സമാനമായി ജപ്പാനും സ്വന്തമായ ഒരു പ്രാദേശിക ഗതി നിർണയ സംവിധാനം വികസിപ്പിച്ചിട്ടുണ്ട്. ക്വാസി സെനിത് സാറ്റലൈറ്റ് സിസ്റ്റം അഥവാ മിച്ചിപ്പിക്കി എന്നറിയപ്പെടുന്ന ഈ സംവിധാനം ജപ്പാനിലും സമീപ പ്രദേശങ്ങളിലും GPS സിഗ്നലുകളുടെ കൃത്യത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്. ഈ സംവിധാനങ്ങളെ താരതമ്യം ചെയ്യുമ്പോൾ അവയുടെ കവറേജ്, ഉപഗ്രഹങ്ങളുടെ എണ്ണം, സവിശേഷതകൾ എന്നിവയിൽ വ്യക്തമായ വ്യത്യാസങ്ങൾ കാണാം. GPS, ഗ്ലോനാസ്, ബെയ്ദോ, ഗലീലിയോ എന്നിവ ആഗോള കവറേജ് നൽകുമ്പോൾ ഇന്ത്യയുടെ നാവിക് ഒരു പ്രാദേശിക സംവിധാനമാണ്. GPS ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നുണ്ടെങ്കിലും കൃത്യതയുടെ കാര്യത്തിൽ ഗലീലിയോയും സവിശേഷതകളുടെ കാര്യത്തിൽ ബെയ്ദോവും കടുത്ത മത്സരവും നൽകുന്നുണ്ട്. ഇന്ന് മിക്ക ആധുനിക റിസീവറുകളും ഒന്നിലധികം സംവിധാനങ്ങളിൽ നിന്നുള്ള സിഗ്നലുകൾ ഒരുമിച്ച് ഉപയോഗിക്കുന്നതിനാൽ ഉപയോക്താവിന് ഏറ്റവും മികച്ചതും വിശ്വസനീയവുമായ സേവനം ലഭിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ഗതിനിർണയ ഉപഗ്രഹ സംവിധാനങ്ങൾ കേവലം വഴി കണ്ടെത്താനുള്ള ഉപകരണങ്ങൾ എന്നതിലുപരി
ഒരു രാജ്യത്തിന്റെ തന്ത്രപരമായ സ്വയം പര്യാപ്തതയുടെയും സാങ്കേതിക മികവിന്റെയും കൂടി അടയാളമാണ്. GPS-ന്റെ ആധിപത്യത്തിന് വെല്ലുവിളിയായി മറ്റ് ആഗോള സംവിധാനങ്ങൾ ഉയർന്നു വന്നത് ഈ രംഗത്ത് ആരോഗ്യകരമായ മത്സരത്തിനും കാരണമായി. നാവിക് പോലുള്ള പ്രാദേശിക സംവിധാനങ്ങൾ നിർദ്ദിഷ്ട മേഖലകളിൽ കൂടുതൽ കാര്യക്ഷമമായ സേവനം നൽകി തങ്ങളുടെ പ്രസക്തി ഉറപ്പിക്കുന്നു. ഭാവിയിൽ ഈ സംവിധാനങ്ങളെല്ലാം കൂടുതൽ കൃത്യതയും വിശ്വാസ്യതയും ആർജിക്കുകയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലെയുള്ള പുതിയ സാങ്കേതിക വിദ്യകളുമായി സംയോജിച്ച് മനുഷ്യജീവിതത്തിൽ കൂടുതൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്യും.